ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും തന്നെ ജോയിലാകുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയത് നമ്മുടെ ക്രിസ്മസായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ക്രിസ്മസിന് വേണ്ടിയിട്ട് നമ്മളിന്നൊരു പാലം ഉണ്ടാക്കാനായിട്ട് പോകണം, അതായത് നമ്മുടെ ബ്രിഡ്ജ്. അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് കാർബൺ പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അതുപോലെ തന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കൻ നിൽക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കാർഡ്ബോർഡ് പെട്ടികൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കത്രിക, അതുതന്നെ കോമ്പസ്, പെൻസില്, സ്കെയില്, നമുക്ക് ആവശ്യമായിട്ടുള്ള വരക്കാനുള്ള സാധനങ്ങളാണ്. പിന്നെ ഇവിടെ പേന, റബ്ബർ, പിന്നെ നമ്മുടെ ഗ്ലൂ ഗണ്ണിന് സ്റ്റിക്ക്, പിന്നെ നമ്മളൊരു കോട്ടൻ്റെ നൂലെടുത്തിട്ടുണ്ട്. അത് കമ്പിളി നൂലെന്നൊക്കെ പറയില്ലേ. 10 രൂപയ്ക്ക് നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും, എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടും. അതുകൊണ്ട് നമ്മുടെ പശ, നമ്മുടെ ഗ്ലൂ ഗണ്ണ് പശയാണ് എല്ലാ പ്രാവശ്യം നമ്മൾ എടുക്കുന്നത്. ഞാനിവിടെ കുത്തിയിട്ടിരിക്കുകയാണ് നമ്മുടെ പശ ഗ്ലൂ ഗണ്ണ്. ഇപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്ന ബ്രിഡ്ജാണ്, അതായത് പാലം. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായി ഞാനൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് പറഞ്ഞുതരാം. നമ്മൾ അളക്കുകയാണ്. ഏകദേശം 35 സെൻറ്റിമീറ്ററോളം നീളത്തിലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ലെന്ത് 35 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് ഞാനിവിടെ 12 സെൻറ്റിമീറ്ററാണ് എടുത്തിരിക്കുന്നത്. 12 സെൻറ്റിമീറ്റർ, താഴത്ത് ലെന്ത് 35 സെൻറ്റിമീറ്റർ. ഫ്രിഡ്ജ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ പുൽക്കൂട് ഒക്കെ സെറ്റ് ചെയ്യത്തില്ലേ, അപ്പോൾ തീനയൊക്കെ വെക്കുമ്പോൾ നമ്മളൊരു പാലം പോലെയൊക്കെ വെക്കത്തില്ലേ, അത് ചെയ്യാനാണ്. അപ്പോൾ ഞാനിവിടെ ഒരു വരയിടുകയാണ് കേട്ടോ. ഏകദേശം ഒരു 3 സെൻറ്റിമീറ്റർ താഴ്ചയിലാണ് വരയിടുന്നത്. നമ്മൾ വരയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ടോട്ടൽ എന്തെന്ന് പറയുന്ന സൈഡ് നമ്മൾ 3 സെൻറ്റിമീറ്റർ ആണ്. ഞങ്ങൾക്ക് ഈ പോർഷൻ ഒന്ന് കട്ട് ചെയ്യണം. നമുക്ക് ഈ ഒരു പോർഷൻ, വരയിട്ട പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പാലമല്ലേ നിർമ്മിക്കുന്ന, അപ്പം നമ്മൾ കോമ്പസും പെൻസിലും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒരു ആർക്ക് എന്ന രീതിയിലൊരു ഷേപ്പിലൊന്ന് വരയിട്ട് കൊടുക്കുക. ഇപ്പുറത്തും അതേപോലെ തന്നെ. എന്നിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്ന ഒരു പോർഷൻ. നമ്മൾ ഈ വരച്ച ഭാഗം നല്ല രീതിക്ക് തന്നെ കട്ട് ചെയ്യണം. നമ്മൾ ഈ വരച്ച മൊത്തം ഈ ഒരു ഭാഗം വരെ നമ്മൾ ശരിക്കും ഒന്ന് കട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ പാലം പറയുമ്പോൾ പാലത്തിൻ്റെ തൂണ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കൂടെ ഒന്ന് വരയ്ക്കുകയാണ്. നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് ഇതിൻ്റെ തൂണ് വരയ്ക്കാം. അപ്പം അതിനെ നീളത്തിലൊരു വരയിട്ട് പോവാണ്. ഇപ്പുറത്ത് നമ്മൾ അതേപോലെ തന്നെ വരച്ചു കൊടുക്കാം. നമ്മളല്പം വലിയ പാലമാണ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ ഗോതമ്പൊക്കെ ഇട്ടിട്ടുള്ളവർക്കറിയാം, എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, ഒരു വലിയൊരു കുളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ നമ്മുടെ പാലത്തിന് നമ്മൾ തൂണ് വരയ്ക്കുകയാണ്. അടിയിലത്തെ തൂണാണ്. അങ്ങനെ നമ്മളത് വരച്ചിട്ടുണ്ട്. നമ്മളത് കട്ട് ചെയ്തിട്ടുമുണ്ട്. ഇനി ഇതേപോലെ നമ്മൾ ഒരു പീസും കൂടെ കട്ട് ചെയ്യണം ഈ ഒരു ഷേപ്പിൽ തന്നെ.
രണ്ടാമത്തെ പീസ് എടുത്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ച് ഇതേപോലെ കട്ട് ചെയ്യണം. അങ്ങനെ നമ്മളിതാ വരച്ചെടുത്തിട്ടുണ്ട് ആ ഒരു പീസ് പോലെ. നമുക്ക് ഈ പീസ് ഒന്ന് കട്ട് ചെയ്യണം. അങ്ങനെ നമ്മളിതാ എല്ലാം കട്ട് ചെയ്തു, ഒക്കെ കറക്റ്റായിട്ടുണ്ട്. നമ്മൾ രണ്ടെണ്ണം എന്താ വരച്ച് നമ്മൾ സെറ്റാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമെന്ന് പറയുമ്പോൾ നമ്മൾ വെട്ടിയ ഭാഗം കുറച്ചും കൂടെ വേണം. അതായത് കറക്റ്റ് ഒരു ലെവലിൽ വേണം. അപ്പം നമ്മുടെ കാർബോർഡ് പീസ് ഇത്തിരി ചെറുതായത് കൊണ്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ചെറിയൊരു കാർബോർഡ് പീസ് ഉപയോഗിച്ച് കറക്റ്റ് ഒരു അളവിൽ നമുക്കിത് ചെയ്ത് വരണം. അപ്പോൾ ഈ ഒരു രണ്ട് സൈഡും സെയിം രീതിയിൽ സൈസായില്ലേ. നമുക്ക് ഇതേപോലെ 4 എണ്ണം കട്ട് ചെയ്യണം. കാരണം ഈ 4 തുമ്പത്തും വെക്കാനായിട്ടുള്ളതാണ്. നമ്മൾ ഇതേ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളത് ഇവിടെ വെച്ച് കൊടുക്കുക. എന്നാലേ നമുക്കത് കറക്റ്റ് പോയിന്റിൽ നമുക്കത് വെക്കാനായിട്ട് പറ്റുമോ. ഇത് കണ്ടില്ലേ, നമ്മൾ ഈ പീസ് വെച്ചില്ലെങ്കിൽ ആ പകുതി വരെ നിൽക്കത്തുള്ളൂ. അപ്പോഴാണ് ആ ഒരു പീസ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. 4 നമ്മൾ വെട്ടിയില്ലേ, ആ 4 എണ്ണം നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മളുടെ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ക്രിസ്മസ് സാധനങ്ങൾ, അതായത് ഓർണമെൻ്റൽ ഐറ്റംസിലെ അതൊക്കെ കാണാത്തതുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ കിടപ്പുണ്ട്, പോയി കാണുക. അങ്ങനെ നമ്മൾ ഗ്ലൂ ഗൺ വശം നമ്മൾ അപ്ലൈ ചെയ്യണം. നമ്മൾ കുറച്ച് സാധനങ്ങളും കൂടെ നമ്മളിനി ഉണ്ടാക്കുന്നുള്ളൂ. അത് ഉടനെ തന്നെ വീഡിയോയിൽ വരുന്നതായിരിക്കും. അതേപോലെ നമ്മൾ ക്രിസ്മസിൻ്റെ സമയത്ത്, അതായത് 24-ാം തീയതി തന്നെ നമ്മളൊരു വീഡിയോ ഇടും. നമ്മൾ ഇത്രയും കാലം ഉണ്ടാക്കിയിട്ടുള്ള ക്രിസ്മസ് സാധനങ്ങളൊക്കെ ഇടുന്ന ദിവസം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. അതേപോലെ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യുന്നത് നമ്മൾ വീഡിയോയിൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ 2 എണ്ണത്തിലും നമ്മളിതേപോലെ ആ 4 പീസുകൾ നമ്മളിവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയാണ് മച്ചാന്മാരെ നമ്മളിനി പാലത്തിൻ്റെ ഒരു ഷേപ്പ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ ഇതേപോലത്തെ ഒരു പീസ് എടുക്കാം. ഇത് ഏകദേശം ഒരു 12 സെൻറ്റിമീറ്റർ നീളം വരുന്നതാണ്. നമുക്ക് ഇതിനൊരളവില്ല. നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നതിനൊരളവില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിലേക്ക് കട്ട് ചെയ്യാം. നമ്മുടെ പാലമല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന അളവൊന്നും വേണ്ട. ഞാൻ ചുമ്മാ കട്ട് ചെയ്ത് വിടുവാണ്. നമ്മൾ ഇതേപോലത്തെ പീസുകൾ നമുക്കൊരു 15 എണ്ണം ആവശ്യമാണ്. നമുക്ക് ഇത് ചെയ്യാനായിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്കത് ഒട്ടിച്ചു കൊടുക്കണം, എന്നാലേ അത് പാലകാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു 20 പീസോളം വേണ്ടി വരും. ഇപ്പം ഇതിൽ നിന്ന് കിട്ടുന്നത് 10 പീസാണ്. ബാക്കി നമ്മൾ അടുത്ത ഇതിൽ നമ്മൾ ചെയ്യും. ഒന്ന്, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 പീസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടി. ഇനിയും വേണം കുറച്ചും കൂടെ പീസുകൾ. അങ്ങനെ നമ്മൾ ഇത് ഒട്ടിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്. നമ്മളത് ഒട്ടിക്കുന്നത് ഗ്ലൂ ഗണ്ണ് വശം. ഇപ്പം നമ്മൾ വശം ചൂടായിട്ടുണ്ട്. നമ്മളിങ്ങനെയാണ് നമ്മൾ ഒട്ടിക്കുന്നത്, പാലം സെറ്റ് ചെയ്യുന്നത്.
ഞാനപ്പോൾ ഉണ്ടാക്കുന്നൊരു വലിയൊരു പാലമാണ്. അതുപോലെ തന്നെ നമ്മളെ ഇട്ട ഗോതമ്പൊക്കെ ഇപ്പോൾ ഏകദേശം അത്യാവശ്യം പൊങ്ങിയിട്ടുണ്ട്, നല്ല രീതിക്ക് പച്ചപ്പായിട്ട് നിൽപ്പുണ്ട്. അതൊക്കെ ഞാനൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഞങ്ങൾക്ക് അടുത്ത പീസ് നമുക്ക് ഒട്ടിക്കാം. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കാർഡ്ബോർഡിൽ പല ഡിസൈൻസ് ഉണ്ടാകും. ആ ഡിസൈൻസ് മേളിൽ വരാതെ വേണം നമ്മൾ ഒട്ടിക്കാൻ. ഇപ്പോൾ കാർഡ്ബോർഡിൽ തന്നെ നോക്കിയാൽ അറിയാം, ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ അതൊക്കെ അടിയിൽ വരുന്ന രീതിയിൽ വേണം ഒട്ടിക്കാൻ, എന്നാലൊരു ഭംഗി ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഒട്ടിച്ചത് അവസാനം നമ്മളൊരു പാലമൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാലത്തിൻ്റെ ഒരു ഫൈനൽ ഇത്. നമ്മൾ തീർന്നിട്ടില്ല, ഇനി ഇതിനെ നമ്മൾ പിടി വെക്കാനുണ്ട്. പാലത്തിന് നമ്മൾ പിടിച്ച് നടക്കത്തില്ലേ, അപ്പം അത് നമ്മൾ സെറ്റ് ചെയ്യണം. ഇതേപോലെ നമ്മൾ ഒട്ടിച്ച് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതിലേക്ക് പെയിൻ്റ് ഒന്നും നമ്മൾ അടിക്കുന്നില്ല, ഈ ഒരു കളറിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുണ്ടല്ലോ, ഈ ഒരു ഇത്ര നീളത്തിലുണ്ടാവും. കയറിപ്പോകുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഈർക്കിലുകളാണ്. ഞാനിപ്പോൾ 3 ഈർക്കിലാണ് എടുത്തിരിക്കുന്നത്. 3-4 ഈർക്കിലുകൾ വേണം നമുക്കിത് ചെയ്യാനായിട്ട്. നമ്മളൊരു ഈർക്കിലെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കുത്തി കൊടുക്കുക, നല്ല രീതിക്ക് താഴത്തേക്ക് ഇറങ്ങണം. ഈർക്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമില്ലേ പാലത്തിൽ, അതാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഈർക്കിലിൻ്റെ അളവ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഏകദേശം 9 സെൻറ്റിമീറ്റർ നീളത്തിലാണ് എടുത്തിരിക്കുന്നത്. 9 സെൻറ്റിമീറ്റർ മേളത്തെ ഭാഗം. നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. നമ്മൾ ഈ വർഷം ക്രിസ്മസ് ട്രീ നമ്മൾ ഉണ്ടാക്കുന്നില്ല കേട്ടോ. അതിനുള്ള സമയം നമുക്കിപ്പോൾ ഇല്ല, കാരണം 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ക്രിസ്മസ് വരെയാണ്. അപ്പോൾ ഏകദേശം 9 സെൻറ്റിമീറ്റർ നീളമാണ് ഈ ഒരു ഈർക്കിലിൻ്റെ മേളിൽ, അതായത് ഈ ഒരു മേൽഭാഗം ഇവിടുന്ന് തുടങ്ങിയ അവിടം വരെ 9 സെൻറ്റിമീറ്ററും. ഈ ഒരു ഈർക്കിൽ വെറുതെ ഒട്ടിച്ചാൽ അപ്പോൾ നമുക്ക് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം നന്നായിട്ട്. അതുകൊണ്ട് ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന അവിടെയൊക്കെ നമുക്ക് ഈർക്കിൽ വെക്കാനുള്ളതാണ്. പാലത്തിൻ്റെ ഒരു മേൽത്തൂണെന്നൊക്കെ പറയില്ല, അതുപോലെ. അങ്ങനെ നമ്മളത് എല്ലാ ഈർക്കിലുകളും നമ്മളത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പരിപാടിയും കൂടെ ചെയ്യാനുണ്ട്. നമുക്കൊരു കോട്ടൻ്റെ നൂലില്ലേ, 10 രൂപയുടെ ഒരു നൂലുണ്ടല്ലോ, കമ്പിളി നൂല്. ഇതാണ് ആ കമ്പിളി നൂല്, വെള്ളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പാലത്തിൻ്റെ ഇവിടെ നമുക്ക് കെട്ടിയിട്ട് ഈ ഒരു തൂണിൽ മൊത്തം ഈ നൂല് ചുറ്റാം. അപ്പം നൂലൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നൂലിൽ നമ്മൾ പശ അപ്ലൈ ചെയ്യണം, ഇല്ലെങ്കിൽ അത് ഇഴുകി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. നല്ല രീതിക്ക് തന്നെ വലിച്ച് മുറുക്കി ഗ്ലൂ ഗൺ വശം കൊണ്ട് ഒട്ടിക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനൊക്കെ വളരെയേറെ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ അടിയിലത്തെ ലെയർ നമ്മളത് ഒട്ടിച്ചിട്ടുണ്ട്. നമ്മളത് മൊത്തവും നൂല് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ നമ്മുടെ പാലം എന്നൊക്കെ പറയും, ബ്രിഡ്ജ്. നമുക്കിങ്ങനെ കയറിപ്പോകാനുള്ള രീതിയിലാണ് ചെയ്യുന്നത്. നമുക്കൊരു അലങ്കാരത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്.
ഇപ്പം നമ്മൾ അവസാനമായിട്ട് പാലം നമ്മൾ റെഡിയാക്കിയിരിക്കുകയാണ്. നമ്മളീ പാലം നമ്മൾ ഒട്ടിക്കുന്ന എന്താ കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലോങ് ആയിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ എളുപ്പം തന്നെ ചെയ്ത് മാറ്റിയത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഇതേപോലത്തെ ഒരു പീസാണ്, 12 സെൻറ്റിമീറ്റർ നീളത്തിൽ. നമുക്കിത് അടിയിൽ വെച്ച് കൊടുക്കണം. കാരണം നമ്മളുണ്ടാക്കിയ ഒരു കുളം ഇതിനേക്കാളും കുറച്ചും കൂടെ വലിപ്പം കൂടുതലാണ്. അപ്പോൾ അതൊരു കറക്റ്റ് ലെവലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഗ്ലൂ ഗൺ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു പീസ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. പാലം നമ്മുടെ കുറച്ച് ചെറുതായിപ്പോയി, അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലത്തെ പീസ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. നല്ല രീതിക്ക് തന്നെ ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെവിക്കോൾ യൂസ് ചെയ്യാം. പക്ഷേ ഫെവിക്കോൾ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം പിടിക്കും ഒട്ടാനായിട്ട്. അപ്പോൾ ഏറ്റവും നല്ലത് ഗ്ലൂ ഗൺ, അല്ലെങ്കിൽ ഒന്നാണെങ്കിൽ ഫ്ലഷ് ക്വിക്ക്. നിങ്ങൾക്ക് ഫ്ലഷ് ക്വിക്ക് കിട്ടില്ലെങ്കിൽ ഫെവിക്വിക്ക് യൂസ് ചെയ്യാം. ഗ്ലൂ ഗണ്ണൊക്കെ പശ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൈ പൊള്ളാതെ നോക്കണം. അതായത് ഒരുപാട് നേരം കുത്തിയിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹീറ്റാവും. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ പൊള്ളാൻ ചാൻസ് ഉണ്ട്. എനിക്കിഷ്ടം പോലെ പൊള്ളിയിട്ടുള്ളതാണ് എൻ്റെ കൈ. ഇഷ്ടം പോലെ നമ്മുടെ കയ്യിൽ തൊലിയൊക്കെ പോയിട്ടുള്ളതാണ് ചൂടായിട്ട്. അറിയാതെ തന്നെ നമ്മൾ തൊട്ടും, അപ്പോൾ തന്നെ നമ്മുടെ കൈ പൊള്ളുകയും ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധിച്ച് എടുക്കാം. നമ്മളുടെ തീനയാട്ടോ ഇത്രയും പൊങ്ങിയിട്ടുണ്ട്. ഏകദേശം 3 ദിവസം 4 ദിവസം ആയപ്പോൾ തന്നെ ഇത്രയും നമ്മൾ ഗോതമ്പ് നമ്മളിത് പൊങ്ങി നല്ല പച്ചപ്പായിട്ട് നിൽപ്പുണ്ട്. കാണുമ്പോൾ തന്നെ രസമില്ലേ? ഇതാണ് ഗൈസ് നമ്മുടെ പാലം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.